ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എവിടേക്കാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഗൈസ്, അപ്പോൾ ഇന്നാണ് ആ സുദിനം. നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ കാക്കനാടെന്ന് പ്രൈവറ്റ് ബസ് കയറി നേരെ പൈപ്പ് ലൈൻ ഇറങ്ങി അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ പൈപ്പ് ലൈനിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ചേർത്തലയ്ക്കുള്ള ഓർഡിനറി കിട്ടി. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പായിരുന്നു. അപ്പോൾ അതിന് കയറി നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി എന്തായാലും വഴി വെച്ച് പോയി ഫോൺ പിക്ക് ചെയ്യേണ്ടി വരുമോയെന്ന് എനിക്കറിയത്തില്ല. ഡെലിവറി പോയി വീട്ടിൽ ചേർത്തല എത്തിയിട്ട് വിളിക്കാമെന്നുള്ള പരിപാടിയായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ നടക്കേണ്ടി വരും. ഞാൻ ആലോചിക്കുന്നത് ആളെ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് മേടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് അൺബോക്സിങ് വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്. കുറച്ച് ഫയൽസൊക്കെ നമ്മൾ അതിനകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് വ്ളോഗ്, നമ്മൾ ഇന്നത്തെ വ്ളോഗും ആ സാധനങ്ങളും മാത്രം ഒന്ന് കയറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങളും കൂടെ കയറ്റണം, അതിനകത്തോട്ട് ചെയ്യണമെന്നുണ്ട്. ബാക്കിയൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ ഫോൺ വന്നു കഴിഞ്ഞിട്ട് ഇനി അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത്. നമുക്കെന്തായാലും പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ എത്തി, ഫോൺ കിട്ടി, ഫോൺ അൺബോക്സൊക്കെ ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളതേ വീട്ടിലേക്ക് നടക്കുവാണ്. അപ്പോൾ വീടിൻ്റെ അവിടെ വന്ന് ഡെലിവറി ബോയ് നമ്മളെ വിളിച്ച് നമ്മളപ്പോൾ ഫോണ് മേടിച്ച് ഫുള്ള് തന്നെ അൺബോക്സ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നമ്മുടെ മറ്റു ഫോണിലെ വ്ളോഗുകളായിരിക്കും. മറ്റു ഫോണിലെ ക്ലാരിറ്റിയും വീഡിയോ പരിപാടിയും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിന് വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഫോണൊന്ന് കുത്തിയിടണം, ഫോൺ ഒട്ടും ചാർജില്ല. ഫോണൊന്ന് കുത്തിയിട്ട് പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വരാൻ എന്തായാലും ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഫോണിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോയും ഇപ്പം ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗ് എൻ്റെയാണ്. അതുപോലെ തന്നെ കിട്ടില്ലൻ ആയിട്ടാണ് സംഭവം സെറ്റ് ചെയ്യിക്കണം. അങ്ങനെയുണ്ട്. ഇതിപ്പോൾ 5x ഇടാം. 1x അവസ്ഥ ഇതാണ്. ഈ 2x വെളിം പ്രദേശത്തെ അവസ്ഥ ഇതാണ്. 1x ഒരു മങ്ങലുണ്ട്. 1x 2x ഒരു മങ്ങലുണ്ട്. ഇത് 1x. 5x ഇടുമ്പോഴത്തേക്കും ക്ലാരിറ്റി മാറും. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഫുൾ HD ഇട്ടിട്ടുള്ളതാണ്. ഇത് ഫുൾ HD 5x, ഇത് ഫുൾ HD 1x, ഇത് ഫുൾ HD 2x. ഓക്കെ, ഇനി 4K ഇട്ടിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് ക്യാമറയുടെ കാര്യം. ഇനി ഫ്രണ്ടിൽ നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്തായാലും ഈ പോണ വഴിക്ക് വ്ളോഗ് ചെയ്ത് പോവാം. ഞാൻ ഇതാണ് നോക്കിയിരുന്നത്. ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കെന്തായാലും ഇനി മറ്റേത് എടുക്കാം. 4K. ഇപ്പം നിങ്ങൾ കാണുന്നത് 4K 2x 60 FPS ആണിത്. ഇത് 1x 60 FPS, ഇത് 5x. സോ ഫുൾ HD കൊള്ളാം. ഇത് പക്ഷേ നേരത്തെ എനിക്ക് തോന്നുന്നു 4K തോന്നുകയാണ്. ഇതൊക്കെ ബാക്ക് ക്യാമറയുടെ കാര്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇനി നമ്മുടെ ഫ്രണ്ട് ക്യാമിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാം ഫുൾ HD 30 FPS. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 4K ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4K. സാധനം കൊള്ളാം കേട്ടോ. ഏകദേശം ഒരു ഐഫോണിൻ്റെ ഒക്കെ മേളിലുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് 32 MB ആണ്. ബാക്ക് 50ഉം 18ഉം അങ്ങനെ ഏതാണ്ടാണ്. ഞാൻ ഡീറ്റെയിൽ നോക്കിയിട്ട് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഏതാണ്ടാണ് ഗൈസ്. അപ്പം നമ്മുടെ കവലയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ബസ് നോക്കി വെച്ചത്. അങ്ങനെ നമ്മളെ ബസ് കിട്ടി, നമുക്ക് ആലുവയ്ക്കുള്ള ബസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി പൈപ്പ് ലൈൻ പോയിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്ക് ഓരോ ആംഗിളിൽ നിന്നും ഓരോ രീതിയിൽ നിന്നുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഞാൻ ഫോട്ടോ നല്ല രീതി മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. ധൃതി പിടിച്ചുള്ള ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആംഗിളായിരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, 18,700 എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രൈസ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മറ്റേ വാറൻറ്റിയൊക്കെ ഉൾപ്പെടെ എടുക്കുവാണെങ്കിൽ 20 അടുപ്പിച്ചാണ് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കാണിക്കുന്നത്. സോ ഞാൻ പറയുകയാണെങ്കിൽ 18,500 നല്ല വർത്തായിട്ടുള്ളൊരു ഫോണാണ്. വ്ളോഗ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇപ്പം
റേറ്റ് കുറവാണ്, എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എടുക്കാം. അല്ലെങ്കിൽ മോട്ടറോള എഡ്ജ് ഫ്യൂഷൻ എന്നും പറഞ്ഞുണ്ട്. ഇത് നമ്മുടെ മോട്ടറോള എഡ്ജ് സ്റ്റൈലക്സ് ആണ്. അതുപോലെ തന്നെ എഡ്ജ് ഫ്യൂഷനുണ്ട്, അതും അത്യാവശ്യമെല്ലാം നല്ല രീതിയുണ്ട്. പിന്നെ മറ്റേ എഡ്ജിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് കർവുണ്ടാവും. അതുകൊണ്ട് താഴെ വീഴൽ പണികാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എഡ്ജിനടി കിട്ടും. അല്ലാത്തവർക്ക് ഇങ്ങനത്തെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നമ്മളപ്പോൾ ഇവിടെ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു, നല്ല രീതിയിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് പോയതൊക്കെയാണ് ഞാൻ ഈ എടുത്ത് കൂട്ടി വെച്ചിരിക്കുന്നത് കേസ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അത്യാവശ്യം നൈറ്റ് വീഡിയോ എടുക്കാൻ നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഇതല്ല, ഞാൻ കുറച്ച് മുമ്പൊക്കെ എടുത്ത് നോക്കി. അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ളിടത്താണ്. ഇതിപ്പം നല്ല ഇരുട്ടുള്ളിടത്താണ്. വെട്ടമുള്ളിടത്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ്. അപ്പോൾ അതേ ഫ്രണ്ട് ക്യാമിൽ ഈ ഒരു ഇരുട്ടത്തെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. ഇനി വെട്ടത്തേക്ക് കുറച്ച് വരാം, എന്നെ കാണാൻ പറ്റാണ്ടായാലും. ഓക്കെ, ഇതാണ് വെട്ടത്തിലുള്ള പരിപാടികൾ. കുഴപ്പമില്ല കേട്ടോ, വ്ളോഗൊക്കെ എടുക്കാൻ സെറ്റ്, ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, ഫോട്ടോ ഒക്കെ എടുക്കാൻ കൊള്ളാം. എന്തായാലും നാളെ തൊട്ട് ഇതിന് ഫോട്ടോഗ്രാഫി പരിപാടികൾ വരും, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, കണ്ട ഒരു ഇരുട്ടത്തെ കിട്ടുന്നുണ്ട് അത്യാവശ്യം. അതെന്നാലും ഇത്ര ഉള്ളു വ്ളോഗ്. ഇനി നാളെ തൊട്ട് കുറച്ച് പരിപാടികൾ സെറ്റാക്കണം, സിനിമാറ്റിക് വീഡിയോകളൊക്കെ നീ തൊട്ട് നാളെ വരും. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ക്യാമിലുള്ള അത്യാവശ്യം വെട്ടത്ത് കണ്ട ഈ ഒരു വെട്ടത്തിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിലെടുത്ത ആ ഫോട്ടോസ് ലാസ്റ്റ് കാണിച്ചു തരാം. നൈറ്റ് ഫോട്ടോയും രാവിലെ എടുത്തത് കുറച്ച് ഞാനിപ്പോൾ സ്റ്റോറി ഇട്ട്, എന്തായാലും കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം.